ഉങ്ങളെ എഡ്യൂക്കേഷൻ ഇല്ലല്ലോ. ഞാൻ ഡിഗ്രി വരെ പഠിച്ചിരുന്നു. ഡിഗ്രി ഫസ്റ്റ് ഇയർ വരെ പോയി. പിന്നെ പഠിപ്പിക്കാൻ കാശില്ല. തട്ടിമുട്ടി ഡിഗ്രി ഫസ്റ്റ് ഇയർ തേർഡ് ഇയർ വരെ പഠിച്ചു. ഇസ്രോ തൂഞ്ഞ കെട്ടി വെക്കാം, വിഷമിക്കണ്ട. ആരാ ഇത്? ഇസ്രോ 14 ബൂസ്റ്റർ കൊണ്ട് ഓടല്ലേ? 14 ബൂസ്റ്റർ നിനക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ ഉപ്പമാങ്ങ കഴിക്കുന്നു ഇസ്രോ. ഉപ്പമാങ്ങ എനിക്ക് ഇഷ്ടമാണ്. ഇസ്രോ ജിമ്മിൽ പോവാ ഉപ്പമാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതെനിക്ക് അങ്ങ് ഇഷ്ടം. മാങ്ങാണ്ടി ഇഷ്ടം. ഓക്കെ, ഉപ്പുമാങ്ങ. ഓക്കെ അശബ ചേച്ചി, ഉപ്പുമാങ്ങ ബിജിക്ക് പെരുത്ത് ഇഷ്ടം. ഓക്കെ, ഉപ്പുമാങ്ങ എന്തിനാ ഇഷ്ടം? അണ്ടിയില്ലേ? അണ്ടിയല്ലേ? അയ്യോ, അണ്ടി തൊലി കളഞ്ഞ് വേണം തിന്നാൻ. എനിക്ക് അണ്ടി അങ്ങനെയാണ് ഇഷ്ടം. തൊലി കളഞ്ഞ് തിന്നാനാ സുഖം. എന്തേനാ ഉപ്പിലേ ഇട്ടോ മാങ്ങ? പിന്നെ മാങ്ങ എപ്പോഴും ഉപ്പിലിട്ട് തിന്നണം. ചെറിയൊരു ഉപ്പ് ഉണ്ടാവണമല്ലോ, എന്നാലും നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തിന്നാൻ ഒരു വെറൈറ്റി ടേസ്റ്റ്. കുറച്ച് ഉപ്പ് വേണം, എന്നാലേ കഴിക്കാൻ പറ്റൂ. മാലയുടെ ലോക്കറ്റ് കാണാനില്ല. അണ്ടി വേണ്ട. എനിക്ക് നിന്നെ കണ്ടാലും മതി. പോടോ, നിന്റെ അണ്ടി നിന്റെ മാങ്ങാണ്ടി പോലെ ഇരിക്കും. നിന്റെ മോന്ത കണ്ട നിന്റെ അണ്ടി വളഞ്ഞിരിക്കുന്നത്. ഗുയിസ് മാങ്ങയുടെ. അതെ, ഇസ്രോ ഉദ്ദേശിച്ചത് മാങ്ങയുടെയാണ്. ഓ മൈ ഗോഡ്, ഗർഭം. അയ്യോ, എനിക്ക് ഗർഭമൊന്നും ആയിട്ടില്ല. എടാ, എൻ്റെ ഗർഭത്തിന് ഉത്തരവാദി കീടാണാണെന്ന് ഞാൻ പറയും. എൻ്റെ ഇൻബോക്സിൽ വന്ന് ചാറ്റി എന്നെ ഗർഭമാക്കിയവനല്ലേ നീ? അല്ലേ? എന്നിട്ട് എന്നോട് ഞാൻ അലസിപ്പിക്കാൻ വരെ പറഞ്ഞു. അച്ചായ ബിജി നിനക്ക് കീടാണ്. ബിജി നിനക്ക് എല്ലാവർക്കും നാട്ടിൽ കാണാം. ഓ പിന്നെ അശബ ചേച്ചി, ഹോളണ്ട്, ബാക്കി ബിജി ടീം എല്ലാം. എൻ്റെ ഇങ്ങനെയല്ല. പിന്നെ നിന്റെ ഗർഭം എങ്ങനെയാ? നീ തന്നെ എൻ്റെ ഗർഭത്തിന് ഉത്തരവാദി. ഓർമ്മയില്ല? എൻ്റെ ഇൻബോക്സിൽ ഒന്ന് ചാറ്റ് ചെയ്ത് മറന്നുപോയോ? ഇവിടെ ഉമ്മ ചോദിച്ചു അങ്ങ് പെരുവിരൽ വരെ എത്തിച്ചു. നീ ഓർമ്മയില്ല? ഇത്ര പിടുന്ന് മറന്നാ? കീടാണോ? ഇത്ര പിടുന്ന് മറന്നാ? അത് മറക്കും. ചേച്ചിയെ കാണാൻ കുറെ പേരുണ്ട് ലൈവിൽ. പിന്നെ ഞാൻ ആരാ? ടിക്ടോക്കിൽ ഐശ്വര്യ റായി, ദുബായിലെ ഐശ്വര്യ റായി. പലയിടത്തും ഉമ്മ ചോദിച്ചു. പിന്നെ അല്ലാണ്ട് കുറെ ഉമ്മ ചോദിച്ചു. ലാസ്റ്റ് കുണ്ടി വരെ കാണിച്ചു കൊടുത്തു ഉമ്മയ്ക്ക്. പക്ഷെ അവനവിടെ ഉമ്മയ്ക്ക് ഇഷ്ടമല്ല. പോയി കീടാണോ? അവന് വേറെ സ്ഥലത്ത് ഉമ്മയ്ക്ക് അത്ര ഇഷ്ടം. എന്താക്ക? ബിജുവിടെ ഹൗസ് വാണിംഗ്. അതെ അച്ചായ, നമുക്ക് എല്ലാവർക്കും സെറ്റാക്കാം. എൻ്റെ പുതിയ പെരവണി സ്റ്റാർട്ടാക്കി. പെരവണി കഴിയുമ്പം ടിക്ടോക്കിലെ ഏറ്റവും വലിയ സുന്ദരി ആരാ? ബിജി ചേച്ചി. ഒന്നാം സ്ഥാനം എനിക്ക്. ഇന്ന് മേബിളും അവിടെ. ഞാനേ മേബിളുവിന് മെസ്സേജ് അയക്കട്ടെ. ഇന്ന് മേബിളുവിനെ കണ്ടില്ല. വിട്ടോട്ടോ. ബട്ടറൂന് പനിയാ. ഞാൻ മേബിളുവിനെ ഇന്നൊക്കെ കുറിച്ച് മേബിളു ഹലോ മേബിളൂട്ടി, കാണാലല്ലോ. എന്തു പറ്റി? വിഷ്ണു വന്നല്ലേ? വിഷ്ണു ഇന്നലെ ഉറങ്ങിപ്പോയോ? 7 ലെവൽ. ഇസ്രോ 7 ലെവലായി. വിഷ്ണു ഇന്നലെ തുടങ്ങി. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? നിനക്ക് ബട്ടർ വരും, കരയണ്ട. അപ്പോ നമ്മളെ കണ്ടില്ലേ? മെസ്സേജ് ഇല്ല. അറിഞ്ഞോ? എന്തു പറ്റി? അയ്യോ, ബട്ടറിന് എന്തു പറ്റി? സൂസു ബട്ടറിന് പനിയാ. അങ്ങനെ. നോ ഷെഡി വൈ പാവാട ഞാൻ എപ്പോഴും. എനിക്ക് ഒന്നാമത്തെ കാര്യം, എനിക്ക് എപ്പോഴും ഇസ്രുന്ന് ഇഷ്ടമാണ്. ഇസ്രു ഇങ്ങനെ പാവാട ഇറങ്ങാൻ
എനിക്ക് എപ്പോഴും ഉണ്ട് ലക്ഷ്മി ചേച്ചി പാവാട ഇങ്ങനെ ഇറങ്ങണം, നെയ്റ്റ് ഇത്ര കയറണം. എനിക്ക് നെയ്റ്റ് ഇറങ്ങി പാവാട കയറാൻ വെള്ളം എനിക്ക് ഒട്ടും ഇഷ്ടം. എനിക്ക് ഇങ്ങനെ ഇരിക്കണം. അത് ഞാൻ ചെറുപ്പം തുടങ്ങി എന്റെ കെട്ടിയവന്റെ വിളക്കെ ആവുമ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കും, അമ്മായിമാര് വർത്താനം പറഞ്ഞു. അപ്പൊ എനിക്ക് പാവാട ഇങ്ങനെ കാണണം. അത് ആ ശീലം എനിക്ക്. ഞാൻ എപ്പോഴും പാവാട കയറ്റി എടുത്തിട്ട് നെയ്റ്റ് ഇറക്കൂല. ഇങ്ങനെ ഇടുമ്പോഴാണ് ഒരു പെണ്ണിന്റെ സെക്സ് ലുക്ക്. ഒരു ഏറ്റവും കൂടുതൽ പെണ്ണിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നെയ്റ്റ് ഇടുമ്പോൾ പാവാട ഇറക്കണം. എങ്ങനെയാണ് പെണ്ണുങ്ങൾക്ക് ഒരു സെക്സി ലുക്ക് ഉണ്ടാവുള്ളൂ, മനസ്സിലായോ? പാവാട എപ്പോഴും ഇറക്കണം, എന്നാലാണ് പെണ്ണുങ്ങളെ കാണുമ്പോൾ ലുക്കുള്ളൂ. എനിക്കതാ ഇഷ്ടം. ഞാൻ അത് ചെറുപ്പം തൊട്ടേ, ചെറുപ്പമല്ല, ഞാൻ മാക്സി ഇടാൻ തുടങ്ങിയിട്ട് 12-ാം വയസ്സിലാണ്. 12 വയസ്സ് തുടങ്ങിയിട്ട് ഞാൻ പാവാട ഇങ്ങനെ ഇറക്കിയിടും. അങ്ങനെ ചെയ്യണം കേട്ടോ പെണ്ണുങ്ങൾ. അതാണ് നിങ്ങളുടെ ഭംഗി. പെണ്ണുങ്ങളുടെ ഭംഗി എന്ന് പറയുന്നത് നെയ്റ്റ് ഇടുമ്പോൾ പാവാട ഇറക്കണം. ചില ആണുങ്ങൾക്ക് അതാണ് ഇൻട്രസ്റ്റ് കൂടുതൽ, അല്ല അശുഭ ചേച്ചി? അല്ല ഇസുറിന് ഇഷ്ടമല്ല നെയ്റ്റി? നെയ്റ്റി അങ്ങനെ ചെയ്യണം കേട്ടോ. പിടിയുന്ന ആണുങ്ങൾക്ക് അട്രാക്ഷൻ വരും നെയ്റ്റി പാവാട കാണുമ്പോൾ, മനസ്സിലായോ? ഞാൻ ഇടില്ല ചേച്ചി, നെയ്റ്റ് ഇടൂല. നന്നായി. പിന്നെ ഏതാ ഇടുക? നൈറ്റ് ഡ്രസ് ഇടില്ല. നിഴലടിക്കുന്ന ഡ്രസ്സൊക്കെ ഇടണം ഹസ്ബൻഡിൻ്റെ അടുത്ത് പോകുമ്പോൾ. നോപ്പ് എന്ന് പറഞ്ഞു കൂട്ടാ. നോപ്പ് എന്ന് പറഞ്ഞ എന്താ ചേച്ചി? നോപ്പ് എന്ന് പറഞ്ഞ ഞാൻ പറയില്ല. നോ നെയ്റ്റി. അങ്ങനെ നോ എന്ന് ഇല്ലെന്ന് നെയ്റ്റിൽ തയ്ക്കണം. വിഷ്ണു സുഖല്ലേ? വിഷ്ണു അല്ല ഇന്ന് സപ്പോർട്ടാക്കോ വിഷ്ണു? അല്ല 7 ലെവൽ വരെ ആക്കി തന്നു. ഇല്ല പക്ഷെ നമുക്കിനി ഷഡി, ഞാനൊരു ദിവസം ബർമൂടെ ഷഡി ഇട്ട് നോക്കട്ടെ. എനിക്കൊരു നൈറ്റ് ഡ്രസ്സ് മേടിക്കണം. രാത്രി കിടക്കാൻ നേരത്ത് ഒന്നുകൂടെ ഇരുത്. ബ്രാ മാത്രം, പാവാട പാടില്ല. ജട്ടിയും ബ്രായും ഒരു നൈറ്റ് ഡ്രസ്സും ഒന്ന് പെറ്റി കഴിയട്ടെ, എന്നിട്ട് നോക്കാം. ഇപ്പൊ ഒന്നും പെറൊന്നും വേണ്ട. എനിക്കും വേണം ഇക്സ്റു നൈറ്റ് ഡ്രസ്സ്, ഷഡിയും ബ്രായും മാത്രം. എന്നിട്ട് മേളിൽ ഡ്രസ്സ് ഇടാം, നമ്മൾ വയറ് കാണണം. നല്ല ഡ്രസ്സായിരിക്കും. എന്നിട്ട് നെയ്റ്റ് പൊന്തി ഊരി കളിയുമ്പോണ്ടല്ലോ ബ്രായും ജട്ടിയും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഷോ അത് നല്ല പുള്ളിയുള്ള ജട്ടി, നല്ല റൗണ്ട് സ്റ്റിച്ചുള്ള ബ്രായും, പൊളിക്കും. അടിപൊളി. പക്ഷെ ഇപ്പൊന്നും ഡ്രസ്സ് വരാൻ പാടില്ലേ, പൊക്കിളിൽ കാണണം, പൊക്കിള് കാണണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ കാണാൻ ഇഷ്ടം. എനിക്ക് രണ്ടു നൈറ്റ് ഡ്രസ്സ് മേടിക്കണം. ലൈവ് ഇടാനല്ല, ലൈവിൽ വരത്തില്ല. എനിക്ക് നൈറ്റ് ഡ്രസ്സ് ഇഷ്ടമല്ല. ഇത് എൻ്റെ ബാഗിൽ ഇരിക്കുന്ന നൈറ്റ് ഡ്രസ്സ്.